മൂന്നാം ക്ലാസ്സിലെ മക്കളുടെ നാസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 1. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന കഥ വായിക്കുക. നോ വൺ പ്ലേസ് വിത്ത് മീ. ആരും എൻ്റെ കൂടെ കളിക്കുന്നില്ല. അതാണ് കഥയുടെ പേര്. ദർ വാസ് സ്റ്റിൽ ടൈം ഫോർ ദ സ്കൂൾ ടു ഗെറ്റ് ഓവർ. സ്കൂൾ വിടാൻ ഇനിയും സമയം ബാക്കിയുണ്ട്. ഓൾ ദ ചിൽഡ്രൻ വർ പ്ലേയിങ്. എല്ലാ കുട്ടികളും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എ ബോയ് നെയ്മഡ് രാജു ഓൾസോ വെൻറ്റ് ടു പ്ലേ വിത്ത് ദം. രാജു എന്നു പേരുള്ള ഒരു കുട്ടി അവരുടെ കൂടെ കളിക്കാൻ പോയി. ബട്ട് നോ വൺ പ്ലേഡ് വിത്ത് ഹിം. പക്ഷെ ആരും അവൻ്റെ കൂടെ കളിച്ചില്ല. ഹി ഫെൽറ്റ് ബാഡ് അബൌട്ട് ഇറ്റ്. അവന് ഭയങ്കര വിഷമമായി. ഇൻ എ ഷോർട്ടർ വൈൽ ദ ബെൽ റാങ്. കുറച്ച് കഴിയുമ്പോൾ ബെല്ലടിച്ചു. ഓൾ ദ ചിൽഡ്രൻ വെൻറ്റ് ഹോം. എല്ലാ കുട്ടികളും വീട്ടിലേക്ക് പോയി. രാജു ഓൾസോ കെയിം ഹോം. രാജുവും അവൻ്റെ വീട്ടിലേക്ക് പോയി. ഹി ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് ഡൂയിങ് എനിത്തിങ്. അവന് എന്തോ ഒരു വിഷമം. അവനൊന്നും ചെയ്യാനൊരു താല്പര്യമില്ല. ഹിസ് മദർ ആസ്ക്ഡ് ഹിം. അവൻ്റെ അമ്മ ചോദിച്ചു, വൈ ആർ യു സോ സാഡ്? എന്താണ് നിനക്ക് വിഷമം? ഹി സെഡ്. അവൻ പറഞ്ഞു. എന്താ പറഞ്ഞത് രാജു? നോ വൺ പ്ലേസ് വിത്ത് മീ മമ്മി. എൻ്റെ കൂടെ കളിക്കുന്നില്ല മമ്മി. മദർ സെഡ്. മദർ അപ്പോഴെന്ത് പറഞ്ഞു? ഡോണ്ട് ബി സാഡ്. നീ വിഷമിക്കേണ്ട. ടുമോറോ ആസ്ക് യുവർ ഫ്രണ്ട്സ് ടു ലെറ്റ് യു പ്ലേ വിത്ത് ദം. നാളെ നിൻ്റെ കൂട്ടുകാരെ നീ കളിക്കാൻ വിളിക്കുക. നെക്സ്റ്റ് ഡേ രാജു വെൻറ്റ് ടു സ്കൂൾ ആൻഡ് ടോൾഡ് ഹിസ് ഫ്രണ്ട്സ്, ഐ ഓൾസോ വാണ്ട് ടു പ്ലേ വിത്ത് ഓൾ ഓഫ് യു. ഞാനും നിങ്ങളുടെ കൂടെ കളിക്കുന്നു. എനിക്കും. ഹിസ് ഫ്രണ്ട്സ് ഹെൽഡ് ഹിസ് ഹാൻഡ്സ് ആൻഡ് ടുക്ക് ഹിം ടു ദ പ്ലേ ഗ്രൗണ്ട്. അവൻ്റെ കൂട്ടുകാർ അവൻ്റെ കൈ പിടിച്ച് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയി. ഹി ഓൾസോ സ്റ്റാർട്ടഡ് പ്ലേയിങ് വിത്ത് ദം. അവനും അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. ഹി വാസ് വെരി ഹാപ്പി ദാറ്റ് ഡേ. അവന് ആ ദിവസം ഭയങ്കര സന്തോഷമായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കഥ വായിച്ചിട്ട് താഴെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എൻസർക്കിൾ ദ കറക്റ്റ് ഓപ്ഷൻ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കറക്റ്റ് എൻസർക്കിൾ ചെയ്യണം, വട്ടം വരക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് ഹും ദ ചിൽഡ്രൻ വർ നോട്ട് പ്ലേയിങ്. നോട്ട് പ്ലേയിങ്. ആരുടെ കൂടിയാണ് കുട്ടികൾ കളിക്കാതിരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, രാജു അല്ലേ? രാജുവിൻ്റെ കൂടെയല്ലേ കളിക്കാതിരുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ഡിഡ് ദ ചിൽഡ്രൻ ഗോ ഹോം. എപ്പോഴാണ് കുട്ടികൾ വീട്ടിലേക്ക് പോയത്? ഓപ്ഷൻ എ, വെൻ ദെയർ മദർ കോൾഡ്. ബി, ആഫ്റ്റർ ദ സ്കൂൾ ബെൽ റാങ്. സി, ആഫ്റ്റർ ദെയർ ഗെയിം വാസ് ഓവർ. ഡി, വെൻ ദെയർ ഫ്രണ്ട്സ് ആസ്ക്ഡ് ദം ടു കം. എപ്പോഴാണ് കുട്ടികൾ വീട്ടിലേക്ക് പോയത്? ആഫ്റ്റർ ദ സ്കൂൾ ബെൽ റാങ്. ബെല്ലടിച്ചതിന് ശേഷം അല്ലേ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ശരിയായതെടുത്തിട്ട് പൂരിപ്പിക്കുക. മദർ ഡാഷ് രാജു ആഫ്റ്റർ ലിസണിങ് ടു ഹിസ് പ്രോബ്ലം. മദർ രാജുവിൻ്റെ പ്രോബ്ലം കേട്ടതിന് ശേഷം മദർ എന്താണ് ചെയ്തത്? എ, പണിഷ്ഡ്. ബി, അഡ്വൈസ്ഡ്. സി, ലവ്ഡ്. ഡി, പ്രൈസ്ഡ്. അവനെ അഡ്വൈസ് ചെയ്തു. ബി, ഓപ്ഷൻ ബി, ഉപദേശിച്ചു അല്ലേ? 4. വൈ ഡിഡ് രാജുസ് ഫ്രണ്ട്സ് ഹോൾഡ് ഹിസ് ഹാൻഡ്സ് ആൻഡ് ടേക്ക് ഹിം അലോങ്. എന്തിനാണ് രാജുവിൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ കൈ പിടിച്ച് പോയത്? ടേക്ക് ഹിം അലോങ്. ടു പ്ലേ വിത്ത് ഹിം, ടു സെൻഡ് ഹിം എവേ ഫ്രം ദ സ്കൂൾ, ടു മേക്ക് ഹിം സ്റ്റഡി, ടു മേക്ക് ഹിം ടു ദ ടീച്ചർ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ടു പ്ലേ വിത്ത് ഹിം. കളിക്കാൻ വേണ്ടിയാണല്ലോ പുറത്തേക്ക് പോയതല്ലേ? അഞ്ചാമത്തെ ചോദ്യം. ഹി വാസ് വെരി ഹാപ്പി ദാറ്റ് ഡേ. അവന് ഭയങ്കര സന്തോഷമായി ആ ദിവസം. ഇൻ ദ എബോവ് സെൻറ്റൻസ്, മുകളിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. മുകളിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ് ഏതാണ്? ഹാപ്പി. അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? ഓപ്ഷൻ ഡി, സാഡ്. ഇനി പാർട്ട് 2. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കുക. എൻസർക്കിൾ ദ കറക്റ്റ് ഓപ്ഷൻ ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ
ഉത്തരം സർക്കിൾ ചെയ്യുക. 6ാമത്തെ ചോദ്യം, വാട്ട് ക്വസ്റ്റ്യൻ ഡിഡ് ദ ടീച്ചർ ആസ്ക്? എന്ത് ചോദ്യമാണ് ടീച്ചർ ചോദിച്ചത്? ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, എന്താണ് ടീച്ചർ ചോദിച്ചത്? ഹൗ ക്യാൻ വി സേവ് മിൽക്ക് ഫ്രം ഗെറ്റിംഗ് സ്പോയിൽഡ്? അവിടെ ചിത്രത്തിൽ വട്ടത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾ ഇവിടുന്ന് എടുത്തെഴുതുക. ഇതിലേതാണ് അപ്പോൾ? ഓപ്ഷൻ ഡി, ഹൗ ക്യാൻ വി സേവ് മിൽക്ക് ഫ്രം ഗെറ്റിംഗ് സ്പോയിൽഡ്. 7ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദീസ് വേർഡ്സ് ഈസ് ഗിവൺ ഇൻ ദ പിക്ചർ? താഴെ തന്നിരിക്കുന്നതിൽ ഏത് വേർഡാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്? ച്യൂ ഉണ്ട്, സെൽ, ഡ്രിങ്ക്, പ്ലേ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഡ്രിങ്ക് ആണല്ലോ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം, ഡ്രിങ്ക്. 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദീസ് വേർഡ്സ് ഈസ് എ നെയിമിംഗ് വേർഡ്? ഇതിൽ ഏതാണ് ഒരു നെയിമിംഗ് വേർഡ്? നെയിമിംഗ് വേർഡ് പേരുള്ള വാക്ക്. ടെൽ, വാട്ട്, മിൽക്ക്, സ്പോയിൽഡ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, മിൽക്ക്. ബാക്കിയെല്ലാം പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് അല്ലേ. അപ്പോൾ സി, മിൽക്കാണ് ഒരു നെയിമിംഗ് വേർഡ്. 9ാമത്തെ ചോദ്യം, ദ ചൈൽഡ് ഇൻ ദ പിക്ചർ ഈസ് ഡാഷ്. മുകളിലുള്ള ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന കുട്ടി എന്താണ്? എങ്ങനെയാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വിറ്റി ആണോ, ഡള്ളാണോ, സിക്ക് ആണോ, ഷൈ ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിറ്റി. തമാശയുള്ള കുട്ടിയാണ് അല്ലേ, അതുകൊണ്ടല്ലേ കുട്ടി പറഞ്ഞത് എന്ത്? മാഷ്, ഹൗ ക്യാൻ വി സേവ് മിൽക്ക് ഫ്രം ഗെറ്റിംഗ് സ്പോയിൽഡ്? പാല് മോശമാവാതിരിക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യാം? അപ്പോൾ കുട്ടി തമാശയോട് എന്ത് പറഞ്ഞു? വി ഷുഡ് ഡ്രിങ്ക് ഇറ്റ്, നമുക്ക് കുടിക്കാം. 10ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദീസ് ഓപ്ഷൻ മീൻ ദ സെയിം ആസ് സ്പോയിൽഡ് മിൽക്ക്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണ് സ്പോയിൽഡ് മിൽക്ക് അതിന് സമാനമായ മീനിങ് വരുന്നത്, അർത്ഥം വരുന്നത്? സ്പോയിൽഡ് മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായ പാല്. ഓപ്ഷൻ എ, സോർ മിൽക്കാണ് ശരിയായ ഉത്തരം. ഇനിയും നാസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ക്ലാസ് 3 നാസ് എന്ന പ്ലേലിസ്റ്റിൽ പോയി കാണാവുന്നതാണ്.